വീണ്ടും സുപ്രഭാതം. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും അതിനും അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നല്ല മ്യൂസിക്കും അല്ലെങ്കിൽ നല്ല എന്താ പറയുക വർഷിപ്പും ഉള്ള ചർച്ചസിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടും. നമ്മളൊരു വർഷിപ്പ് കഴിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം കിട്ടും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല എങ്കിൽ ഓർത്തോണം, ദാറ്റ്സ് എ ഡിസെപ്ഷൻ. അതൊരു ചതിയും. കാരണം ആ മ്യൂസിക്കിൻ്റെ ഒരു എഫക്റ്റ് എന്നേ ഉള്ളൂ. ഇപ്പം ശരിയായിട്ടുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അനുസരണമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു രൂപാന്തരം നടക്കും. ശരിയായിട്ടുള്ള ആരാധന എന്താണെന്ന് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ശരിയായിട്ടുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന. അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 മുതൽ വായിക്കാം. അപ്പം നമുക്ക് പിടികിട്ടും. റോമൻസ് 12:1. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം, അതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. ഇല്ല നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ യോഗ്യതയില്ല, ദൈവത്തിൻ്റെ കാരുണ്യം, ദ മേഴ്സി ഓഫ് ഗോഡ്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ, ഞാൻ നേരത്തെ പറയുന്നു, ദൈവം ആക്സെപ്റ്റ് ചെയ്യുന്നതും ദൈവം അപ്രൂവ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ദൈവം അപ്രൂവ് ചെയ്യുന്നപ്പോഴാണെന്നറിയാം, നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം മാനസാന്തരപ്പെടുന്നു കഴിഞ്ഞ ഒരു വർഷം, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഗ്രോത്ത് ഉണ്ടായി, അല്ലെങ്കിൽ എത്രത്തോളം മാനസാന്തരം ഉണ്ടായി, പഴയ സ്വഭാവങ്ങൾ എത്രത്തോളം മാറ്റി, അതോ അതൊന്നുകൂടെ കർത്താവിൻ്റെ കൃപ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പഴയ സ്വഭാവങ്ങൾ ഒന്നുകൂടെ ഞാൻ കൂടിയ. പല ആൾക്കാർക്കും ഞാൻ പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, മാനസാന്തരം എന്ന് പറയുന്ന കാര്യമേ നടക്കുന്നില്ല. പക്ഷെ പറയുന്നത് വലിയ കാര്യങ്ങൾ, വലിയ മർമ്മങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആറ്റിറ്റ്യൂഡിന് ഒരു പെർസെൻറ്റേജ് പോലും മാറ്റില്ല, കറക്റ്റഡ് ആകത്തില്ല, തന്നെത്താൻ ജഡ്ജ് ചെയ്യത്തില്ല, ആരെങ്കിലും ജഡ്ജ് ചെയ്യാനോട്ട് സമ്മതിക്കത്തില്ല. വലിയ ഡിസെപ്ഷനാണ്, വലിയ എന്താ പറയുക, വലിയ കെണിയിലേക്കാണ് ഓർത്തോ. കാരണം കർത്താവ് ഗ്രേസ് നമുക്ക് തന്നു, പക്ഷേ അത് തോന്നിവാസം ജീവിക്കാനല്ല, ഗ്രേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് എന്താ പറയുക, നമുക്ക് തന്നെത്താൻ ജഡ്ജ് ചെയ്യാൻ പറ്റും. കർത്താവ് കാണുന്ന പോലെ നമ്മളെ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചെങ്കിൽ മാത്രമേ പറ്റും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സ്വയം നീതീകരണത്തിൽ നടക്കും. ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ മിനിമം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ന്യൂജൻ ചർച്ചസിൽ പോയിട്ട് ആ മ്യൂസിക്കിൻ്റെ ബലത്തിൽ, അവിടുത്തെ ഇൻസ്ട്രുമെൻസിൻ്റെ ബലത്തിൽ, അല്ലെ അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരുന്നവരോട് ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ കാര്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ, എന്ന് പറഞ്ഞാൽ ദൈവം അപ്രൂവ് ചെയ്യുന്ന, ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ദൈവം അംഗീകരിക്കുന്ന സജീവ ബലി എന്ന് പറഞ്ഞാൽ ജീവനുള്ള ബലിയായിട്ട് സമർപ്പിക്കുവിൻ. അപ്പം നമ്മുടെ ആരാധന നടക്കേണ്ട ഒരു കാര്യം എന്താ? അവിടെ വലിയ മാനസാന്തരം ഉണ്ടാവണം. കാരണം നമ്മൾ ഒത്തിരി ലോകത്തിൽ നിന്ന് ഏറ്റവും ഒത്തിരി ഇമ്പ്യൂരിറ്റി മാലിന്യങ്ങൾ കൊണ്ട് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ ആദ്യമേ അവിടെ കഴുകണം, ആഴമായ മാനസാന്തരം. കർത്താവിൻ്റെ കൃപ വേണം, കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടും കഴിയും. പരിശുദ്ധാത്മാവിനോട് പറയണം, എന്നെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പറയണം. എന്നിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പോൾ കർത്താവ് നോക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് മാർക്കിടുന്നത് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ച വരുമ്പോൾ കാണിക്കുന്ന പെർഫോമൻസ് നോക്കിയിട്ട് കർത്താവ് ഇമ്പ്രസ്ഡ് ആകത്തില്ല കേട്ടോ. അവിടെ കിടന്ന് ഉരുളുകയും ബഹളം വെക്കുകയും ഓടി നടക്കുകയും ഈ എക്സ്റ്റേണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന, അത് പ്രത്യേകിച്ച് ദൈവാസന്മാർ ഓർത്താണ്. നമ്മൾ കൈ നോക്കുമ്പോൾ ആൾക്കാർ ഉരുളുന്നതും അല്ല മറിഞ്ഞു വീഴുന്നതും അലറിക്കൊണ്ടിറങ്ങി ഓടുന്നതും, അതൊന്നും ഒരു യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടൊന്നും കാണിക്കില്ല, അല്ലെങ്കിൽ ദൈവം അംഗീകരിച്ചൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ഓർത്തോണം. അതൊക്കെ നമുക്ക് എവിടെയോ ചുമ്മാതെ നമ്മുടെ സോൾ പവറിൽ ആൾക്കാരെ നമ്മുടെ കീഴിലാക്കാനും നമ്മുടെ പേര് വലുതാക്കാനും ഉള്ള കുറേ ഗിമിക്സ്. അതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇത് ദൈവികമാണോ അല്ലയോ എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആരാധന, കർത്താവ് നോക്കുന്ന ആരാധന, അവിടെ ശുശ്രൂഷിക്കപ്പെടുന്ന ദൈവവചനം, സൗണ്ട് ഡോക്ട്രിൻ, അതൊരു ദഹിപ്പിക്കുന്ന അഗ്നി പോലെയാണ്. എന്തിനാ ദഹിപ്പിക്കുക? എന്നെയല്ല ദഹിപ്പിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള അശുദ്ധിയെ അത് ദഹിപ്പിക്കണം.
എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള റോങ് കോൺസെപ്റ്റ്സ് അല്ലെ അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ പാപം എൻ്റെ ആറ്റിറ്റ്യൂഡിനെ അത് ദഹിപ്പിക്കണം. ഞാൻ പണ്ട് പുറത്തുള്ള കുറേ ദേവാസന്മാരുടെ ഇത് കേൾക്കുമായിരുന്നു, സെർമൻസ് കേൾക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, കർത്താവിന് വലിയ സ്നേഹവും തോന്നും. എന്തുകൊണ്ടാണെന്നറിയാം? മാനസാന്തരത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നു. അപ്പം അത്യാവശ്യം ചില മേഖലകളിൽ മാനസാന്തരം വന്നിരുന്നത് കൂടെ അങ്ങ് നഷ്ടപ്പെടും. കാരണം എന്താ? കർത്താവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് നിറയുക. അന്നേരം നമുക്ക് എന്തൊരു ഞാൻ എന്ത് മണ്ടത്തിലാണ്, ഞാൻ കുറേ ദിവസം വെറുതെ കളഞ്ഞല്ലോ, ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ഞാൻ കുറേ കാര്യങ്ങളിൽ വിട്ടുകളഞ്ഞില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എനിക്കിപ്പോൾ തോന്നുക. കാരണം കർത്താവിൻ്റെ കൃപ എൻ്റെ പാപത്തെക്കാളും വലുതാ. എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല, കർത്താവിൻ്റെ കൃപ മാത്രം മതി. അങ്ങനെയുള്ള ടീച്ചിങ് എന്തോ ഒരു സന്തോഷം തന്നെ ഇത് കേൾക്കാൻ. അവിടുത്തെ പാട്ട് പാടുമ്പോൾ നമ്മളത് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് നിറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം വരുത്തേണ്ട, നമ്മൾ ഒരു പ്രവർത്തിക്കും മാറ്റം വേണ്ട, ദൈവം അതിനെല്ലാം അംഗീകരിച്ചു. പണ്ട് കള്ളമാറ്റായിരുന്നു, അത് സർക്കാർ പിടിച്ചിട്ട് എനിക്കങ്ങ് ലൈസൻസ് ഉണ്ട്, ബാർ എന്ന് ബോർഡ് വെക്കാനായിട്ട് എനിക്ക് ലൈസൻസ് ഉണ്ട്. എനിക്കിപ്പോൾ കുറേ കൂടെ നല്ല രീതിയിൽ പേടിക്കാതെ വാറ്റ് തന്നെയല്ല, പേടിക്കാതെ വിൽക്കുകയും ചെയ്യും. ഇതാണ് കൃപ. പറ കർത്താവ്.